ഒരു കലാകാരനാണ്. നിങ്ങൾക്കറിയാമോ, 10ാം ക്ലാസ് 3 പ്രാവശ്യം അന്തസ്സായിട്ട് എഴുതി തോറ്റ ആളാണ് ഞാൻ. എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. സത്യം, ഞാനത് തോറ്റതുകൊണ്ടാണ് ഞാൻ സിനിമാ നടനായത്. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം പോലീസ് ആവണമെന്നായിരുന്നു. പക്ഷേ അത് നന്നായി, ദൈവം എൻ്റെ തലയിൽ വരച്ചത് കറക്റ്റാ. അപ്പൊ ഈ 10ാം ക്ലാസ് എഴുതി തോറ്റാലും ഒരു കാര്യം മനസ്സിലാക്കണം, പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്നേ. ഒരു കാര്യമില്ല. ഈ 10ാം ക്ലാസ് 3 പ്രാവശ്യം എഴുതി തോറ്റ ആൾ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വേഷം തന്നെ അറിയാം. ജില്ലാ കളക്ടർ, ജഡ്ജി, വക്കീല്, CI, എന്തിന് ഈ അടുത്ത കാലത്ത് ഒരു പെണ്ണിന്റെ പ്രസവം എടുത്ത ഡോക്ടറെ ഞാൻ. അത് പറഞ്ഞ് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷെ മക്കളെ തമാശയ്ക്ക് പറഞ്ഞാണ്, കുഞ്ഞുമക്കളെല്ലാവരും നന്നായി പഠിക്കണം. ഇത് മണിച്ചേട്ടൻ്റെ ഒരു തമാശയെ കൂടെ മാത്രം പറഞ്ഞാണ്. എന്നാലും എനിക്ക് നിങ്ങളൊക്കെ എനിക്ക് ഒരു പ്രത്യേക ഒരു നടൻ എന്ന് പറയാൻ മാത്രം ഒരു പ്രത്യേക ഒരു ക്വാണ്ടിറ്റി ഉള്ള ഒരാളല്ല ഞാൻ. എന്നാലും എന്നെ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പം ഞാനിപ്പോൾ പാടാൻ പോകുന്ന പാട്ടും എൻ്റെ ജീവിതവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അതായത് മണ്ണിൻ്റെ മണവും വിശപ്പ് എന്താണെന്ന് അറിയാവുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ പാട്ടിൻ്റെ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അനുഭവിച്ച ദുരന്തമാണ് ഈ പാട്ട്. തീർച്ചയായിട്ടും ആ പാട്ട് നമുക്ക് കേട്ടോ. ഓക്കെ, നിങ്ങൾ പറയുന്ന എല്ലാ പാട്ടും പാടാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും ചോറ് വളിക്കും എന്നുള്ള ഉറപ്പാ. കാരണം ഇത്രയും നേരമായില്ലേ. എന്നാലും നമുക്കിന്നൊരു നല്ലൊരു പരിപാടി കണ്ടു എന്നുള്ളൊരു സമാധാനം മാത്രം ഉണ്ടാവും. കാരണം ഇതിൽ വന്നിരിക്കുന്ന എല്ലാ കലാകാരന്മാരും ഞങ്ങളൊക്കെ, ഞാനും ആദർശൊക്കെ ഒരുമിച്ച് എത്രയോ വർഷമായിട്ട് ഇങ്ങനെ പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളൊരു വീട്ടിലുള്ളൊരു പ്രോഗ്രാമായിട്ട് കണ്ടാൽ മതി. കാരണം ഇന്ന് ഇങ്ങനൊരു പരിപാടി തന്നെ ഒരു കുടുംബത്തെ പരിപാടിയാണ്. അപ്പം നമുക്ക് ആരംഭിക്കാം. ഉമ്പായി കുച്ചാണ്ട് പ്രാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ. ഉമ്പായി കുച്ചാണ്ട് എൻ്റെ പ്രാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ. വയറ് കച്ചാളി എൻ്റെ കൊടല് കത്തണുമാ. പ്രാണം വെടഞ്ഞിട്ട് ദൈവേ ഓണം പഴർക്കണുമാ. അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മണി നാളായി കച്ചൻ കൊഞ്ചി പറയാറില്ലേ. ഞാനൊരു പൂക്കളിട്ടു, കാലത്തിന്റെ അമ്മയും പൂക്കളിട്ടു. അച്ഛൻ വന്നപ്പോ വൈകുന്നേരം വാളുണ്ട് പൂക്കളിട്ടു. അച്ഛൻ വന്നപ്പോൾ അച്ഛൻ്റെ മോള് കിണുങ്ങണുണ്ട്. എന്തിനാടി മോളെ തല തല്ലിക്കരയണത്. ചോറ് ചോച്ചപ്പോ അമ്മ കീറു തന്നച്ച. ആ കീറു കിട്ടിപ്പോൾ എൻ്റെ പ്രാണം പോയച്ച. ചോറ് ചോച്ചപ്പോ അമ്മ കീറു തന്നച്ച. ആ കീറു കിട്ടിപ്പോൾ